ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കീസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒന്നും വേണ്ട, ഓവൻ ഇല്ലാതെയാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കപ്പ് പീനട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് വലിയ പീസുകളും ചെറിയ പീസുകളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, നമുക്ക് കുറച്ച് ലാർജ് പീസസും ആവശ്യമാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്ന് തരം തിരിച്ചെടുക്കാം. വലിയ പീസുകൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ വലിയ പീസുകളും ചെറിയ പീസുകളും നമ്മൾ തരം തിരിച്ചെടുത്തിട്ടുണ്ട്, 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാനൊക്കെ പറ്റിയ വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഡാൽഡ ഇട്ട് കൊടുക്കുക. ഡാൽഡ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഡാൽഡ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് ബീറ്റാക്കിയിട്ട് സ്മൂത്താക്കി എടുക്കുക. സ്പാച്ചുല വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, സ്പൂണാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സ്മൂത്താക്കി എടുക്കുക. ഇതിൻ്റെ നിറം മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വരുന്നത് വരെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി 2 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മൈദ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് എടുക്കുക. പിന്നെ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ സാധാരണ കുക്കീസിലേക്ക് ബിസ്ക്കറ്റിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത്. ഇനി ഇത് മൈദയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിൽ ഒട്ടും വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡാൽഡയിലേക്കുള്ള കറക്റ്റ് അളവാണ് ഈ 2 കപ്പ് മൈദ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്കൊരു മാവിൻ്റെ പരുവത്തിലാവുന്നത് വരെ ഇത് കുഴച്ചെടുക്കണം. ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു ഡോ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കടലയിലെ വലിയ പീസുകൾ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് വലുപ്പത്തിലുള്ള ഉരുളകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചെറിയ പീസുകൾ, കടലയുടെ ചെറിയ പീസുകളിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുക. ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ സോസ് പാനിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോസ് പാൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റിന് ശേഷം നമ്മളിത് തൊട്ട് നോക്കി കഴിയുമ്പോൾ ഇത് കുഴിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും, ബേക്കായിട്ടില്ല എന്ന് തോന്നും. പക്ഷേ ഇത് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മുടെ കുക്കീസിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു കുക്കീസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്